നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ചിത്രം പൂർണ്ണമായും തെളിയും. ഏതായാലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും LDF ക്യാമ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. അവരുടെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം CPIM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനാ മികവിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആശങ്കകളില്ല, വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. നാളെ സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഒന്നുകൂടി ഉഷാറാകും. മറുവശത്ത് UDF ക്യാമ്പ് ആകട്ടെ സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചു എന്നത് മാത്രമാണ് അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ അതിനുശേഷം ആദ്യ മിനിറ്റ് മുതൽ അവിടെ അടിയാണ്. സ്ഥാനാർത്ഥിയെ ചൊല്ലി, സ്ഥാനാർത്ഥിയുടെ ജനപിന്തുണയെ ചൊല്ലി അവരുടെ ഉള്ളിൽ തന്നെ സംശയങ്ങൾ. അൻവറിനെ ചൊല്ലി മറുഭാഗത്ത് വലിയ ഭിന്നതകൾ, പൊട്ടിത്തെറികൾ. കെ സുധാകരൻ ആഞ്ഞടിക്കുന്നു VD സതീശനെതിരെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒതായി ഭാഗത്ത് നിന്ന് കരച്ചിലും നിലവിളിയും മാത്രമാണ് കേൾക്കാനുള്ളതെന്നാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. മറ്റൊന്ന്, ഇപ്പോൾ സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മളോടൊപ്പം നിലമ്പൂരിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. സച്ചിൻ, ഗുഡ് മോർണിംഗ്. നാളെയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി കളം പൂർണ്ണമായും തെളിയും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ LDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നു അവരുടെ പ്രചരണ നടപടികളുമായി. മറുഭാഗത്ത് UDF-ലേക്ക് എത്തുകയാണെങ്കിൽ അടിക്ക് പഞ്ഞമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും PV അൻവറിന്റെ പേരിലാണ് വലിയ പ്രതിസന്ധികൾ UDF-ൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. മനു, LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും LDF-ന്റെ അടിത്തട്ട്, അതായത് ബൂത്ത് തലം മുതലുള്ള യോഗങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെ സജീവമായി ഈ മണ്ഡലത്തിൽ ഉണ്ട്. മാത്രമല്ല LDF, അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്, അതായത് വോട്ടർമാരെ ചേർക്കുന്നതും അതുപോലെ തന്നെ ബൂത്ത് തലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെയാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെയും അതേപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിൻ്റെയും നേതൃത്വത്തിലാണ് എല്ലാ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ക്യാമ്പ് ചെയ്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷക്കാലം LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും അതേപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരും കൊണ്ടുവന്ന നിരവധി വികസന പദ്ധതികൾ തന്നെയാണ് LDF പ്രചരണ ആയുധമായി മുന്നോട്ട് വെക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ മണ്ഡലത്തിലെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി LDF-ന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല LDF നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആദിവാസി ഊരുകളും അതേപോലെ തന്നെ ഉന്നതികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വികസനമാണ് ഇടതു സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF-ന്റെ പ്രചാരണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം നാളെ ഉച്ചയോടുകൂടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും നിലമ്പൂരിൽ LDF-ന് ഉണ്ടാവുക എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDF-നെതിരെ ഒരു മഴവിൽ സഖ്യം നിലമ്പൂരിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പറയേണ്ടത്, നമുക്കറിയാം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ കാണാറുണ്ട് LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും കൈകോർക്കുന്ന തരത്തിലുള്ള ഒരു സഖ്യം തന്നെയാണ് നിലമ്പൂരിലും രൂപം കൊണ്ടിട്ടുള്ളത്. അത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ രീതിയിലുള്ള തർക്കമാണ് UDF-നകത്തുള്ളത്. മനു പറഞ്ഞതുപോലെ തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നിലമ്പൂരിൽ UDF-നകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം VD സതീശനും അതേപോലെ തന്നെ നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം PV അൻവറിനെ തള്ളിപ്പറയുമ്പോൾ മറുഭാഗത്ത് K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ PV അൻവറിന് പിന്തുണയുമായി എത്തുന്നത് വലിയ രീതിയിലുള്ള ഭിന്നതയാണ് UDF-നകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. മനു പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിക്കരച്ചിലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ മൊത്തത്തിൽ കരച്ചിലും നിലവിളിയും മാത്രമാണല്ലോ ഇപ്പോൾ PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാനുള്ളത്. അതായി ഭാഗത്ത് നിന്ന് ഈ കരച്ചിലും നിലവിളിയും മാത്രമേ കേൾക്കാനുള്ളൂ. എന്നെ എവിടെയെങ്കിലും ഒന്ന് അടുപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് UDF-ന്റെ എല്ലാ ഓഫീസുകളുടെയും തിണ്ണ കയറി നിരങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു PV അൻവറിനെ കാണാൻ കഴിയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്താ പറയേണ്ടതറിയില്ല. എങ്ങനെ കഴിഞ്ഞ ഒരാളായിരുന്നു. നോക്കൂ, ഈ പക്വതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ, അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഒരാളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന വലിയ കെണി കണ്ടില്ലേ?
മനു അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം പി വി അൻവറിൻ്റെ വീട്ടിൽ വാർത്താ സമ്മേളനത്തിന് പോയിരുന്നു. അവിടെ നിന്നും പി വി അൻവർ വലിയ രീതിയിൽ ഒരു വികാരഭരിതനായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. നിരവധി തവണ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും അടക്കം എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ച് സമീപിച്ചെങ്കിലും മുഖത്ത് ചവിട്ടുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വളരെ ദയനീയമായ അവസ്ഥയിൽ പി വി അൻവർ പറഞ്ഞിട്ടുള്ളത്. കാരണം വസ്ത്രാക്ഷേപം നടത്തിയിട്ട് മുഖത്ത് ചവിട്ടിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാര്യം രസകരമാണ്, കാര്യങ്ങൾ വളരെ രസകരമാണ്. അൻവറിന്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിന് അവിടെ ഒരു കിങ് മേക്കർ ആകാമെന്നായിരുന്നു യഥാർത്ഥത്തിൽ അൻവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് സംഗതി പിടുത്തം കിട്ടിയത് അൻവറിന്. അൻവർ ഒന്നുമല്ല എന്ന് പി വി അൻവർ നിലമ്പൂരിൽ തിരിച്ചറിയുന്നതാണ്. വട്ടപൂജ്യമാണ് എന്ന് പി വി അൻവർ തിരിച്ചറിയുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനു, പി വി അൻവർ LDFിൽ നിന്നും പോയ സമയത്ത് തന്നെ UDF വിചാരിച്ചു വലിയൊരു ബമ്പർ ഭാഗ്യക്കുറിയാണ് പി വി അൻവറിലൂടെ UDFന് ലഭിക്കാൻ പോകുന്നത് എന്ന ഒരു കാര്യമാണ് തുടക്കം അവർ കരുതിയത്. പിന്നീടാണ് പി വി അൻവറിൻ്റെ സ്വഭാവം UDF നേതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പി വി അൻവറിനെ അടുപ്പിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വെടികൾ ആദ്യം പൊട്ടിയെങ്കിലും ഇപ്പോൾ വലിയ വെടികളായി മാറുകയാണ്. കാരണം സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനം വരുന്നു, പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി അൻവർ വരുന്നു. ഇപ്പോൾ അവസാനം പി വി അൻവർ തന്നെ അവരോട് പറയുന്നു എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കാല് പിടിക്കുന്നു. അവസാനം പറഞ്ഞ കാര്യം KC വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്ന്. ഇന്നലെ KC വേണുഗോപാൽ കോഴിക്കോട് ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗങ്ങളിലൊക്കെ സന്ദർശിക്കാൻ എത്തിയിട്ട് പോലും KC വേണുഗോപാലും പി വി അൻവറിനെ കാണാൻ വേണ്ടി കൂട്ടാക്കിയില്ല എന്നതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ KC വേണുഗോപാലും പി വി അൻവറിനെ കൈവിട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന നേതൃത്വം കൃത്യമായ രീതിയിൽ അൻവറുമായി ചർച്ച നടത്തി തീരുമാനമെടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ് KC വേണുഗോപാലും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ടായത്, കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിനെ അങ്ങോട്ട് വിളിച്ച് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സ്ഥിതി വരെ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മനു, ശരി, ഇനിയിപ്പോൾ വല്ല അസം ഗണപരിഷത്തിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവറിന്റെ മുന്നിൽ ഇനി കൂടിക്കാഴ്ച നടത്താൻ അവർ മാത്രമാണ് ബാക്കിയുള്ളത് സച്ചിൻ. കാരണം അത്രയും നേതാക്കളുമായിട്ട് രാവിലെ KPCC ആഫീസിൽ പോകുന്നു, ഉച്ചയ്ക്ക് ലീഗ് ആഫീസിൽ പോകുന്നു, വൈകിട്ട് തൃണമൂലിൻ്റെ ആഫീസിൽ വന്നിരിക്കുന്നു, നാളെ ഇനി ആരെ കാണണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്, ഗതികേട് തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ വട്ടപൂജ്യമായി പോയിരിക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടതാണ്. അത് ഈ കിങ് മേക്കർ ആകാം എന്നൊക്കെ ചിന്തിച്ചിറങ്ങിയ ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുന്നത്. ഏതായാലും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതൊക്കെ മമതാ ബാനർജി അറിഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കി. അവരുടെ പേരിലാണല്ലോ ഇവിടെ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും കൊള്ളാം.